സൂറത്തുൽ നസ്ർ നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിജയകരമായി കിട്ടാൻ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും 3 വിഷയങ്ങൾ. ഒന്നും ക്ഷമയാണ്, അതുപോലെ ഒന്ന് തവക്കുലാണ്, ഒന്ന് ഇഖ്ലാസാണ്. ഈ 3 വിഷയങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ ഒരു സഹായം കിട്ടാൻ ധാരാളമായി ക്ഷമിച്ചു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുയായികൾക്ക് കൊടുക്കുന്ന ആ ഉൽമുകളും അതൊക്കെയും ഹബീബായ തങ്ങൾ നല്ലോണം ക്ഷമിച്ചു. മാത്രമല്ല ക്ഷമയുടെ പിന്നിൽ നബി തങ്ങൾക്ക് നല്ലോണം തവക്കലുണ്ടായിരുന്നു. എന്റെ റബ്ബ് എന്നെ ഒരിക്കലും കൈവിടൂല. അതിലൊക്കെയും ഹബീബായ തങ്ങൾക്ക് നല്ല ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഈ 3 വിഷയങ്ങൾ നമുക്കുമുണ്ടായാൽ നമുക്കും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ ആ ഒരു സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയത് എന്താ? കിട്ടിയത് നബിതങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീംസ് അതായിരുന്നു, സ്വപ്നം. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരിക എന്നതായിരുന്നു. ഒരാൾ നന്നാവാം, ഒരാൾ മുസ്ലിമാവാന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾക്ക് അതിനേക്കാൾ വലിയ വേറൊരു സന്തോഷമില്ല, അതിനേക്കാൾ വലിയ ഒരു സ്വപ്നമില്ല. നമുക്കറിയാം, ഹബീബായ തങ്ങൾ ത്വായിഫിലേക്ക് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പോയപ്പോ ഇവിടെയുള്ള ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ ഭ്രാന്തനെന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ലേറ് നടത്തി. അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തം വരുന്ന രൂപത്തിൽ, ചോര വരുന്ന രൂപത്തിൽ ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളെ വേദനിപ്പിച്ച ഈ ത്വായിഫ നാട്ടുകാർ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചോര വരാൻ പോലും കാരണക്കാരായ ഈ ത്വായിഫ നാട്ടുകാരൻ കാണുന്ന വലിയൊരു പർവ്വതത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, ആ പർവ്വതം അതുപോലെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു ഈ നാട്ടുകാരുടെ തലയുടെ മുകളിലേക്ക് അവരെ നശിപ്പിക്കട്ടെയോ നബിയെ, അവരെ ഹലാക്കാക്കട്ടെയോ നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞേ? വേണ്ട ജിബ്രീലെ, വിവരമില്ലാത്ത ആളുകളല്ലേ, അവര് വിവരമില്ലാത്തവരുടെ ജിബ്രീൽ, അവരെ നശിപ്പിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് അവരിലോ അവരുടെ വരുന്ന തലമുറയിലോ ഏതെങ്കിലും ഒരാൾ, ഈ ത്വായിഫിൽ നാട്ടുകാരിൽ ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ ഹബീബായ മുഹമ്മദാകുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ തങ്ങൾ പറയാം. എന്താ? റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ സ്വപ്നാണ് എന്താ? ഒരാള് മുസ്ലിമാവുക. അങ്ങനെയുള്ള ആ ഒരു ദൗത്യം 12,000 ആളുകളാണ് റസൂലുള്ളാഹി തങ്ങളുടെ 61ാമത്തെ വയസ്സിൽ ഫത്ഹ് മക്കയിലേക്ക് വേണ്ടി വന്നത്. പിന്നെ റസൂലുള്ളാഹി ജീവിച്ചത് 2 കൊല്ലമാണ്. ആ 2 കൊല്ലത്തിന്റെ ഇടയിൽ ലക്ഷക്കണക്കിനുള്ള മെമ്പർമാരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച ആളുകൾക്ക് അഫ്വാണ്, പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് മാപ്പാണ്, നാടുകടത്തിയ ആളുകൾക്ക് മാപ്പാണ്. അവിടുത്തെ അളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ ക്രൂരമായ രൂപത്തിൽ വധ ചെയ്ത് ആ മയ്യത്തിന്റെ മുന്നിൽ തുള്ളിക്കളിച്ച, ചാടിക്കളിച്ച, സന്തോഷത്തോടു കൂടി കളിച്ച ആളുകൾക്ക് മാപ്പ് കൊടുത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ കണ്ടത് നബിയെ, നിങ്ങൾക്ക് കാണാൻ കഴിയും, കൂട്ടം കൂട്ടമായി, സിംഗിൾസ് അല്ല, കൂട്ടം കൂട്ടങ്ങളായി, കുടുംബങ്ങളായി, നാട്ടുകാരായി, മുഴുവനുമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച നബിയെ നിങ്ങൾക്ക് കാണാം. അത് കണ്ടു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് വേണം. ചെറിയ പ്രയാസം വരുമ്പോ അത് അതിനുവേണ്ടി പൊട്ടിത്തിരിക്കലല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറ്റം പറയലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുതികേട് കാണിക്കാനല്ല. എന്താ? ക്ഷമിക്കലാണ്. ക്ഷമയാണ് എല്ലാത്തിന്റെയും ഏറ്റവും വലിയ പരിഹാരം. തവക്കുൽ വേണം.
അള്ളാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും വരവേൽപ്പിക്കുന്ന ഒരു സ്വഭാവം വേണം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടായാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല. എന്ത് സ്വപ്നാണെങ്കിലും, ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ആഖിറത്തിന്റെ കാര്യമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന. നമുക്കറിയില്ല, ക്ഷമ എന്നത് തീരെയില്ലാത്ത വിഷയം. ചെറിയൊരു പ്രയാസം വരുമ്പോ അതിന്റെ പേരിൽ പലതും ചെയ്തു കൂട്ടുന്ന ഒരു ഒരു സമൂഹമാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ തീരെയില്ല. അള്ളാഹുവിനെ കേൾപ്പിക്കുന്ന ആ ഒരു സ്വഭാവക്കാരെയല്ല ഞങ്ങൾ. ഇഖ്ലാസ് എന്നത് നമ്മെ തൊട്ടു നോക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്നത്. നമുക്ക് ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുതലായി ഉണ്ടാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മളെ മുനീർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന് വേണ്ടി അൽഹംദുലില്ലാഹ് ഇന്നലെ ഓപ്പറേഷനിലെ കഴിഞ്ഞ് നല്ല സക്സസ് ആണ്, നല്ല റാഹത്താണെന്ന് ഇന്നലെ ഒരു മെസ്സേജ് കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട മുനീറിന്റെ മകൾ ഉപ്പാക്ക് ജീവിതം കൊടുത്ത മകളാണ്. വലിയൊരു സന്തോഷം. അങ്ങനത്തെ മക്കൾ കിട്ടൽ വളരെ കുറവാണ്. ഉപ്പാക്ക് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കാൻ തയ്യാറാകുന്ന മക്കൾ അള്ളാഹുവിനെ പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ. അള്ളാഹു നഷ്ടപ്പെട്ട് അതിന്റെ പേരിൽ പ്രയാസങ്ങളും നൊമ്പരങ്ങളും നഷ്ടങ്ങളും ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷവും വലിയ റാഹത്തും വലിയ ആഫിയത്തും ഉപ്പയെ സഹായിച്ചതിന്റെ പേരിൽ ആ മോൾക്ക് നീ നൽകണേ. അള്ളാഹ് നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ ഉമ്മാനെ സ്നേഹിക്കുന്ന നല്ല കൽബുള്ള മക്കളായി നമ്മുടെ മക്കളെ നീ ആക്കി തരണേ. അള്ളാഹ് അതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നിട്ട് അവരുടെ പേടിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ട് ഞങ്ങളെയും ബന്ധപ്പെടുന്നവരെയും നീ കാക്കണേ. അവർക്ക് മുനീർ ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു ഓപ്പറേഷനാണ്. അള്ളാഹുവെ നീ ഒരുപാട് കാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഈ ജീവിതം ആസ്വദിക്കാനും റബ്ബായ നിനക്ക് വേണ്ടി പല ഇബാദത്തുകൾ ചെയ്തു കൂട്ടാനും ആ സഹോദരനും അതുപോലെ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ. അള്ളാഹ് പഠിച്ചോനെ നമ്മളുമായി ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തവരാണല്ലോ. പലരും ശാരീരികമായ രോഗങ്ങളുടെ പേരിൽ രോഗശിഫായിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരാണ്. ആരൊക്കെ ഞങ്ങളിൽ നമ്മുടെ വീട്ടുകാരിൽ കുടുംബക്കാരിൽ നാട്ടുകാരിൽ അയൽവാസികളിൽ വസിയത്ത് ചെയ്തവരിൽ രോഗികളായി കഴിയുന്നുണ്ടോ പടച്ചോനെ കാമിലായ ആജിലായ ശിഫാവ് കൊണ്ടവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ. അല്ലോ സർവ്വ രോഗങ്ങളും മാറ്റിത്തരണേ. അല്ലോ എവിടെയും രോഗമാണല്ലോ, പേടിക്കപ്പെടുന്ന രോഗങ്ങൾ, ഭയാനകമായ രോഗങ്ങൾ. ഏത് രോഗം വരുമ്പോ ഡോക്ടർമാർ പറയുന്നത് തന്നെ ലക്ഷക്കണക്കിനുള്ള പൈസ അതിന്റെ ശമനത്തിന് വേണ്ടി വരും എന്നതാണ്. ആ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്ന കാലമാണ്. അതുപോലെയുള്ള ലക്ഷക്കണക്കിനുള്ള പൈസകൾ ചെലവഴിക്കപ്പെടുന്ന ഒരു രോഗവും അള്ളാഹ് നമ്മുടെ സമ്പാദ്യങ്ങൾ വിറ്റ് ചെലവഴിച്ച് അള്ളാഹ് അതിന്റെ പേരിൽ നമ്മുടെ രോഗത്തിന് ചികിത്സിക്കുന്നവരെ ചുറ്റുപാട് നീ ഉണ്ടാക്കല്ലേ. അവർക്ക് അങ്ങനെയുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ. അള്ളാഹ് നാം അറിയാതെ അങ്ങനെയുള്ള രോഗത്തിന്റെ അണുക്കൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ റബ്ബ് നിന്റെ നസ്റ് കൊണ്ട് നിന്റെ ഫദ്ല് കൊണ്ട് ആ അണുക്കളെ നീ കരിച്ചു കളയണേ. അള്ളാഹ് മായിച്ചു കളയണേ. അള്ളാഹ് ജീവിതം റാഹത്തുള്ള ജീവിതമാക്കല്ല, സന്തോഷമുള്ള ജീവിതമാക്കല്ല, ഐശ്വര്യമുള്ള ജീവിതമാക്കല്ല, സമാധാനമുള്ള ജീവിതമാക്കല്ല. ടെൻഷനുകൾ ഞങ്ങളിലേക്ക് അടുപ്പിക്കല്ലോ. ഗൾഫിനും മറ്റും അധ്വാനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും അഭിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ. അല്ലാഹ് ജോലിയില്ലാതെ ബേജാറായ ആളുകൾ ഹൈറായ ജോലിയുടെ വഴി നീ തുറന്നു കൊടുക്കല്ല. എപ്പോഴും വാഹനങ്ങളിൽ മറ്റൊക്കെയും യാത്ര ചെയ്യുന്നവരാണ്. അവരുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ പള്ളിയുടെ മേൽവാസിയായ റഹീമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ആള് പള്ളി അസറു നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾ തോന്നുന്നുണ്ട് പ്രച്ചോനെ ഒരു വാഹനം പിടിച്ച് മരിച്ചുപോയി. ഞങ്ങളും പള്ളിയിലേക്ക് മറ്റൊക്കെയും നടന്നുകൊണ്ട് വരുന്നവരാണ്, വാഹനങ്ങളിൽ വരുന്നവരാണ്. ആ സമയങ്ങളിലൊക്കെയും അപകടങ്ങളിൽ നിന്നിട്ട് നീ കാക്കണേ. മുസീബത്തുകളിൽ നിന്നിട്ട് കാക്കണേ. നടക്കുന്ന സമയത്തിലും അപകടം സംഭവിക്കും. പടച്ചോനെ നീ കാക്കണേ. മരിച്ചുപോയ കൂട്ടുകാരൻ പള്ളിയിലേക്ക് വരുമ്പോ നടന്ന അപകടമാണ്. ശുഹദാഇന്റെ ദറജ നൽകുമ്പോ, ശുഹദാഇന്റെ ദറജ നൽകുമ്പോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവരുണ്ട്. അവർക്കൊക്കെയും ശുഹദാഇന്റെ ദറജ നൽകണേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി
وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على